തെറ്റ് ചെയ്താലും നിങ്ങൾ അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. പിന്നെ മാത്രമല്ല, ഈ അക്ബറുൽ കബായിർ ഉണ്ടല്ലോ, വൻപാപങ്ങളിൽ വൻപാപമായിട്ടാണ് അതിനെ എണ്ണിയത്. കബായിർ എന്ന് പറഞ്ഞാൽ എന്താ? വൻപാപാണ്. വൻപാപങ്ങൾ കുറേ ഉണ്ട്, ധാരാളമുണ്ട് വൻപാപങ്ങൾ. ഈ വൻപാപങ്ങളിൽ വൻപാപമുണ്ട്. അതാണ് ഒന്ന് ഷിർക്ക്, മറ്റൊന്ന് അൽ അംനു മിൻ റൗഹില്ല, വൽ ഖനൂത്ത് മിൻ റഹ്മത്തില്ല. ഒന്ന് അൽ ഇഷ്റാഖ് ബില്ല, പിന്നെ അൽ അംനു മിൻ റൗഹില്ല, അൽ ഖനൂത്ത് മിൻ റഹ്മത്തില്ല, പിന്നെ വൽ അംനു മിൻ മക്രില്ല, അൽ അംനു മിൻ മക്രില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം. ഒന്ന് അൽ ഇഷ്റാഖ് ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വൻപാപങ്ങളിൽ വൻപാപാണ്. രണ്ടാമത്തേത് അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടലാണ്. അതേപോലെ തന്നെ അൽ യഅ്സു മിർ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ ഒരാൾ നിരാശപ്പെടലാണ്, പ്രതീക്ഷ മുറിക്കലാണ്. നാലാമത്തേത് അൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാകലാണ്, അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടൽ വൻപാപങ്ങളിൽ വൻപാപാണ്. കാരണം എന്താ? അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ ഒരാൾ നിരാശപ്പെട്ടാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട്, പിന്നെ ഒന്നുകിൽ അയാൾ അധർമ്മകാരിയായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരിൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിച്ച് അയാൾ എന്ത് ചെയ്യും? ശിർക്ക് ചെയ്ത് അയാൾ നശിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ കാരുണ്യത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിലും ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല, ഏതൊരവസ്ഥയിലും. അതേപോലെ വൻപാപങ്ങളിൽ വൻപാപാണ് അൽ അംനു മിൻ മക്രില്ല, അൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം. എന്താ അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം എന്ന് പറഞ്ഞാൽ? അള്ളാഹു ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയിലാണ് കഴിയുക? പിന്നെ അയാൾ എപ്പോഴും തമായിലായിരിക്കും. അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ട്, അള്ളാഹുവിൽ ആശയും മൂത്ത് പിന്നെ അയാൾ ജീവിക്കും. അപ്പോൾ പിന്നെ എന്തും ചെയ്യും, അപ്പോഴും എന്തും ചെയ്യും, തെറ്റ് ചെയ്യും. അപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ വേണം, അള്ളാഹുവിൽ പേടിയും വേണം. അള്ളാഹുവിൽ പ്രതീക്ഷ വേണം, അള്ളാഹുവിൽ പേടി വേണം. അള്ളാഹുവെക്കുറിച്ച് ആശങ്ക വേണം, അള്ളാഹുവിൽ ആശയും വേണം. പക്ഷേ ഏതാണ് കൂടുതൽ ഉണ്ടാക്കേണ്ടത്?